സ്നേഹിതരെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 212 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മാർക്കസിനും മാർസെല്ലിയാനൂസിനും ശേഷം ഈ ആഴ്ച വിശുദ്ധ അലോസിനോസ് ഗോൺസാഗയെക്കുറിച്ചാണ്. വിശുദ്ധ അലോസിനോസ് ഗോൺസാഗ 16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലായിരുന്നു വളർന്നു വന്നത്. ഇറ്റലിയിലെ ആ കാലഘട്ടം ജനങ്ങൾ വളരെയേറെ അശ്രദ്ധരും ധാർമ്മികമായി അധപതിച്ച നിലയിലും ഭോഗാസക്തിയിലും മുഴുകി ജീവിച്ചിരുന്ന നിലയിലായിരുന്നു. തനിക്ക് ചുറ്റുമുള്ള പാപാവസ്ഥ അലോസിനോസ് കാണുകയും അതിൽ മനം മടുത്ത വിശുദ്ധൻ താൻ ഒരിക്കലും അതിൽ പങ്കുചേരുകയില്ല എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. ഒരു കുലീന കുടുംബത്തിലായിരുന്നു ജന്മം എന്നതിനാൽ വിനോദങ്ങൾക്കായി അവന് ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. കുതിരസവാരിയും കൊട്ടാരത്തിലെയും പൂന്തോട്ടത്തിൽ നടത്തിയിരുന്ന വലിയ വിരുന്നുകളും അലോസിനോസിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ സദാചാരത്തിന് വിരുദ്ധമായ ആഘോഷ രീതികളാണെന്ന് കണ്ടാൽ വിശുദ്ധൻ ഉടനെ തന്നെ അവിടെ വിടുമായിരുന്നു. നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുക എന്നത് മാത്രമായിരുന്നില്ല അലോസിനോസിന്റെ ആഗ്രഹം. ഒരു വിശുദ്ധനായി തീരുവാൻ കൂടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശുദ്ധൻ കാർക്കശ്യമുള്ളവനും യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തവനുമായിരുന്നു. നവോത്ഥാന കാലത്തെ ഇറ്റലിയിലെ പ്രസിദ്ധ കുടുംബങ്ങളിലൊന്നായ ഗോൺസാഗസ് യുദ്ധവീരന്മാരുടെ കുടുംബമായിരുന്നു. ആ വംശത്തിലെ മുഴുവൻ പേരും മറ്റുള്ളവരെ കീഴടക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ കീഴടക്കാനാണ് വിശുദ്ധ അലോസിനോസ് ആഗ്രഹിച്ചത്. ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. വിശുദ്ധനെ 12-നും 13-നും ഇടയ്ക്ക് വയസ്സുള്ളപ്പോൾ തന്റെ ആത്മീയ ജീവിതത്തിനെ തയ്യാറെടുക്കുവാൻ വേണ്ട ഒരു പദ്ധതി അദ്ദേഹം കണ്ടുപിടിച്ചു. രാത്രികളിൽ അദ്ദേഹം തന്റെ കിടക്കയിൽ നിന്നുമിറങ്ങി കല്ല് വിരിച്ച് തണുത്ത തറയിൽ മണിക്കൂറുകളോളം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും വിശുദ്ധൻ തന്റെ ശരീരത്തിൽ നായയുടെ തോൽവാർ കൊണ്ട് സ്വയം പീഡനമേൽപ്പിക്കുമായിരുന്നു. സ്വന്തം ഇച്ഛാശക്തിയിലായിരുന്നു അദ്ദേഹം ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഒരു സന്യാസാർത്ഥിയായി ജസ്യൂട്ട് സഭയിൽ പ്രവേശിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആത്മീയ നിയന്ത്രാതാവിനെ ലഭിച്ചത്. മിസ്റ്റർ റോബർട്ട് ബെല്ലാർമിനായിരുന്നു വിശുദ്ധന്റെ ആത്മീയ മാർഗദർശി. ദിവ്യത്വത്തിനു വേണ്ടി അലോസിനോസ് പിന്തുടർന്നു വന്ന മാർഗങ്ങളെ ബെല്ലാർമിൻ തിരുത്തി. സ്വയം നിയന്ത്രണത്തിന്റെയും എളിമയുടേതുമായ ചെറിയ പ്രവൃത്തികൾ, മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന തുടങ്ങിയ ജസ്യൂട്ട് നിയമങ്ങളായിരുന്നു അതിനു പകരമായി ബെല്ലാർമിൻ അലോസിയോസിനെ നിർദ്ദേശിച്ചത്. വിശുദ്ധന്റെ അത്യാവേശം ബെല്ലാർമിനെ പ്രകോപിപ്പിച്ചുവെങ്കിലും അലോസിനോസിന്റെ ഭക്തി വ്യാജമല്ലെന്നും ശരിയായ മാർഗനിർദ്ദേശം നൽകിയാൽ അവൻ ഒരു വിശുദ്ധനായി തീരുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തന്റെ മർക്കട മുഷ്ടി ഒരു പ്രശ്നമാണെന്ന കാര്യം അലോസിനോസ് മനസ്സിലാക്കി. ഒരിക്കൽ തന്റെ സഹോദരനെ അവൻ ഇപ്രകാരം എഴുതുകയുണ്ടായി: ഞാൻ അല്പം വളഞ്ഞ ഒരു ഇരുമ്പ് കഷ്ണമാണ്. ഈ വളവ് നേരെയാക്കുവാനാണ് ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. 1591 ജനുവരിയിൽ റോമിൽ ശക്തമായൊരു പ്ലേഗ് ബാധയുണ്ടായി. നഗരത്തിലെ ആശുപത്രികൾ മുഴുവൻ പ്ലേഗ് ബാധിതരെ കൊണ്ട് നിറഞ്ഞു. ജസ്യൂട്ട് സഭക്കാർ തങ്ങളുടെ മുഴുവൻ പുരോഹിതന്മാരെയും പുരോഹിതാർത്ഥികളെയും ആശുപത്രികളിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി നിയോഗിച്ചു. അലോസിനോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ രോഗികളെ പരിചരിച്ചു തുടങ്ങിയപ്പോൾ വിശുദ്ധന്റെ ഭയവും മറപ്പും സഹതാപമായി മാറി. അവൻ യാതൊരു മടിയും കൂടാതെ റോമിലെ തെരുവുകളിലേക്ക് ഇറങ്ങി തന്റെ സ്വന്തം ചുമലിൽ രോഗികളെയും മരിച്ചുകൊണ്ടിരിക്കുന്നവരെയും ആശുപത്രികളിൽ എത്തിച്ചു. അവൻ അവരെ വൃത്തിയാക്കുകയും അവർക്കായി കിടക്കകൾ കണ്ടെത്തുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. രോഗികളുമായുള്ള ഈ അടുത്ത ഇടപെടൽ അപകടകരമായിരുന്നു. ആഴ്ചകൾക്കുള്ളിൽ അവനെ പ്ലേഗ് രോഗം ബാധിക്കുകയും തന്റെ 23-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ മരണപ്പെടുകയും ചെയ്തു. രോഗികളിലും നിസ്സഹായരിലും മരണശൈലിയിൽ കിടക്കുന്നവരിലും വിശുദ്ധ അലോസിനോസ് ക്രൂശിതനായ യേശുവിനെ ദർശിച്ച് സ്വർഗീയ സമ്മാനത്തിന് അർഹരായി. കൗമാരക്കാരുടെ മധ്യസ്ഥനെന്ന നിലയിൽ വിശുദ്ധൻ ബഹുമാനിക്കപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ജീവിക്കാനും സ്നേഹിക്കാനും ദൈവം നമുക്ക് മറ്റൊരു ദിവസം കൂടി നൽകി. അതിൻ്റെ ഓരോ നിമിഷവും ആസ്വദിക്കുക. ഏവർക്കും നന്ദി.